മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന് എന്ത് അധികാരം എന്ന് ചോദിക്കുകയാണ് ഹൈക്കോടതി. കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. വിഷയത്തിൽ സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തുകൊണ്ടാണ് അത്രത്തോളം ഈ ജുഡീഷ്യൽ കമ്മീഷൻ അതിന്റെ പ്രവർത്തനം തുടങ്ങി മുനമ്പത്തെ ജനത അതിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതി ആ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിനെ അത്ര കണ്ട് വിമർശിക്കുന്നത്? വിഷ്ണു, ഹാഷ്മി, വഖഫ് സംരക്ഷണ വേദിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്. അതിലാണ് അതിരൂക്ഷ വിമർശനം ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. പ്രധാനമായും കോടതി ചോദിച്ചത് ഈ വഖഫ് എന്നുള്ളത് കേന്ദ്ര പരിഗണനയിൽ വരുന്ന വിഷയമാണ്. അവിടെ ഒരു കമ്മീഷനെ നിയമിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണോ അതോ കേന്ദ്രത്തിനാണോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. നേരത്തെ ഈ കേസ് കോടതി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി തന്നെയാണ് ഇത് വഖഫ് എന്ന് പറയുകയും പിന്നീട് ഇതിലെ റവന്യൂ നടപടികളൊക്കെ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് കോടതി നടപടി അടക്കം ചോദ്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതിയുടെ ഇന്നത്തെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് കോടതി ചോദ്യങ്ങളായി ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാർ കാര്യമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല. മനസ്സിരുത്തിയല്ല അത്തരത്തിലൊരു നിയമനം. ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം കണ്ണിൽ പൊടിയിടാനാണെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം, അതായത് സർക്കാരിനാണോ സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്ര സർക്കാരിനാണോ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ബുധനാഴ്ച നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനോട്. പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യങ്ങളിൽ പറയുക, ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഭൂമി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, വഖഫ് മാത്രമാണ് കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത്. ഇതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ വെച്ചത്. അത്തരത്തിലൊരു മറുപടിയായിരിക്കും സർക്കാർ അറിയിക്കാൻ പോകുക. ബുധനാഴ്ചയാണ് ഈ കേസ് പരിഗണിക്കുക. അതിരൂക്ഷ വിമർശനമാണ് ഈ CN ജസ്റ്റിസ് രാമചന്ദ്രനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അത് പ്രധാനമായും സംസ്ഥാന സർക്കാരിന് എന്ത് അധികാരം എന്ന തരത്തിലായിരുന്നു കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തിയത്. സംസ്ഥാന സർക്കാർ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതൊരു റിപ്പോർട്ടായി ബുധനാഴ്ച കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. 3 സിറ്റിങ്ങുകളാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പൂർത്തിയായിട്ടുള്ളത്. ഫെബ്രുവരിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടായത്. അതൊരുപക്ഷെ കമ്മീഷന്റെ തുടർ പ്രവർത്തനത്തെ അടക്കം ബാധിക്കാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. സർക്കാരിന്റെ നിലപാട് പോലെയായിരിക്കും ഇനി ഈ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. ഹാഷ്മി, ഓക്കെ. എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ അവിടെ കമ്മീഷൻ എത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആ കമ്മീഷനിൽ. അതിനിടയിലാണ് കോടതി ഇടപെടൽ ഉണ്ടാവുന്നത്. എന്ത് അധികാരത്തിലാണെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കോടതിയെ ആ വിഷയത്തിൽ കൺവിൻസ് ചെയ്യാൻ കഴിയട്ടെ.